ഓക്കെ, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു ജീവിയെ തൊട്ടാൽ ആ ജീവിയുടെ ശബ്ദം കേൾക്കാൻ കഴിയും, ഇതെങ്ങനെയാണ് നൽകുന്നതെന്ന് പലർക്കും സംശയമുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്ത പോലെ തന്നെയാണ്, അതേ രീതി തന്നെയാണ്. പക്ഷേ നമ്മൾ യൂട്യൂബിൽ അല്ല കൊടുക്കുന്നെങ്കിൽ മറ്റു വഴി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ശബ്ദങ്ങൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ പൂച്ചയുടെ ശബ്ദം, അതുപോലെ ഈ തവളയുടെ ശബ്ദം, ഇതൊക്കെ നമുക്ക് MP3 ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഇവയുടെ ശബ്ദങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന പോലെ നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ ക്യാറ്റിൻ്റെ സൗണ്ട്, ഫ്രോഗിൻ്റെ സൗണ്ട്, ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഡ്രൈവിലേക്ക് സേവ് ചെയ്യണം. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സൗണ്ട്സ് നമ്മൾ നമ്മുടെ ഡ്രൈവിൽ സേവ് ചെയ്യുന്നു. ഡ്രൈവിൽ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് www.google.com എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഗൂഗിളിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ ഗൂഗിൾ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന 9 കുത്തുകളടങ്ങുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ ഒരുപാട് ഓപ്ഷൻസുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനകത്ത് ഈ കാണുന്ന ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സാധാരണ ഏത് ഇമെയിൽ ID ഉപയോഗിച്ചാണോ നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നത്, ആ ഇമെയിൽ ID ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. അതല്ല, നിങ്ങൾ വേറൊരു ഇമെയിൽ ID ആണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ പാസ്വേഡും കൊടുത്താൽ നമ്മുടെ ഡ്രൈവ് ഓപ്പൺ ആയി വരും. അവിടെ ആണെങ്കിൽ സൗണ്ട്സ് ന്യൂ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സൗണ്ട്സ് എന്നുള്ള ഒരു ഫോൾഡർ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഒരു സൗണ്ട്സ് എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഫോൾഡർ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ സൗണ്ട്സ് എന്നുള്ള ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ സൗണ്ട്സിലേക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ശബ്ദങ്ങൾ കൊണ്ടുവരുന്നു. അതിന് ഇവിടെ കാണുന്നുണ്ടല്ലോ ന്യൂ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് സൗണ്ട്സ് എന്നുള്ളതിൽ. ഇവിടെ ഇത് 2 സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയലുകൾ നമ്മുടെ ഡ്രൈവിലെ സൗണ്ട്സ് എന്നുള്ള ആ ഒരു ഫോൾഡറിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പച്ച ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് അപ്ലോഡായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവയുടെ ഓരോന്നിൻ്റെയും ലിങ്കുകൾ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ കാണുന്നുണ്ടാവും എല്ലാവരും. ഇവിടെ നമുക്ക് ഗെറ്റ് ലിങ്ക്, ഷെയർ എന്നുള്ള ഓപ്ഷൻസൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഗെറ്റ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെയാണ് ഓപ്പണായി വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, റെസ്ട്രിക്റ്റഡ് എന്നുള്ളിടത്ത് നമ്മൾ എനിവൺ വിത്ത് ദ ലിങ്ക് എന്നുള്ളത് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുകയില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ
ഇനി നമ്മൾ ഇതിൻ്റെ ലിങ്ക് എടുക്കുന്നു, ഗെറ്റ് ലിങ്ക്. അതിനുശേഷം ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിവിടെ മിനിമൈസ് ചെയ്യുന്നു. നമ്മൾ എടുത്ത ശബ്ദം ആദ്യം ഏതിൻ്റെയാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത് കാറ്റിൻ്റെ ശബ്ദമാണ്. ഇനി നമ്മൾ നമ്മുടെ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. കാറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ചിത്രം സെലക്ഷനായി വരും. അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് എന്നുള്ളതിൽ പോയി ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ മുമ്പ് ക്ലാസ്സിൻ്റെയൊക്കെ ലിങ്ക് ഇടുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ എടുത്ത ആ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പൂച്ചയിൽ തൊട്ടാൽ ആ ലിങ്ക് ആക്റ്റീവായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഫ്രോഗ് അതിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗെറ്റ് ലിങ്ക് എടുക്കുന്നു. അവിടെയും റെസ്ട്രിക്റ്റഡ് എന്നുള്ളിടത്ത് മാറ്റം വരുത്തി എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ കോപ്പി ലിങ്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ വർക്ക്ഷീറ്റിലേക്ക് വരുന്നു, ഫ്രോഗിനെ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് കൊടുക്കുന്നു. അവിടെ നമ്മൾ അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഫ്രോഗിലും നമ്മൾ ആ ലിങ്ക് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എക്സ്പോർട്ട് ആസ് എ PDF കൊടുക്കാം. ഫയൽ സേവ് ചെയ്യാം. ആദ്യം സേവ് ആസ് കൊടുത്ത് നമ്മൾ പേര് കൊടുത്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുന്നു. അതിനുശേഷം എക്സ്പോർട്ട് ആസ് PDF എന്നുള്ള ഓപ്ഷൻ വെച്ചുകൊണ്ട് നമ്മളതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ശബ്ദം എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ PDF ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇനി ഈ PDF ഓപ്പൺ ചെയ്താൽ ഇവിടെ ഈ ഫ്രോഗിൽ തൊട്ടാൽ നമുക്ക് ഫ്രോഗിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ തവളയിൽ തൊട്ടാൽ തവളയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ലിങ്ക് കൊടുത്തുകൊണ്ട് ഉള്ള ഒരു രീതിയിൽ നമ്മുടെ വർക്ക്ഷീറ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിലേക്ക് നമുക്ക് ഇമേജുകൾ കൊണ്ടുപോയി വെക്കാം. അതുപോലെ വീഡിയോസ് നമുക്ക് സേവ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് ഇതുപോലെ ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. കൂടുതൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു.